ജനങ്ങളെ വിഡ്ഢികളാക്കുന്നയാൾ ഏറ്റവും വലിയ നേതാവാകുന്നു. സത്യം പറയാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകളാണ് ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും വളരെയേറെ ഞെട്ടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നടന്നതായ ഒരു പ്രത്യേക സമ്മേളനത്തിലാണ് ഈ അഭിപ്രായം തുറന്നടിച്ചത്. അദ്ദേഹം പറയുന്നത് സത്യം പറയാൻ ആരെയും അനുവദിക്കുന്നില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പ്രാഗൽഭ്യമുള്ളവരാണ് നേതൃസ്ഥാനത്തിരിക്കുന്നത് എന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അതിൻ്റെ മാനവും പ്രാധാന്യവും എത്ര വലുതാണ് എന്ന് ആളുകൾ വിചാരിച്ചു പോകുന്നതിൽ അസാധാരണത്വമില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പലപ്പോഴും ഇതുപോലെയുള്ള പല പരാമർശങ്ങൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, എത്രയെല്ലാം അസത്യങ്ങൾ പ്രചരിപ്പിച്ചാലും അന്തിമ വിജയം സത്യത്തിനാണ് എന്ന വലിയ ഒരു തത്വവും അദ്ദേഹം ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. ഇതുപോലെ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ സ്വേച്ഛാധിപതികളായി മാറിപ്പോയാൽ പോലും അവർക്ക് ദീർഘായുസ് ഉണ്ടാവുകയില്ല എന്ന ഒരു വലിയ സത്യവും അദ്ദേഹം ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. എത്ര ആർജവത്തോടു കൂടിയാണ് കേന്ദ്രത്തിലെ ഒരു സീനിയർ മന്ത്രി ഇത് പൊതുസമൂഹത്തോട് പറയുന്നത് എന്നത് നാം ആലോചിക്കണം. എവിടേക്കാണ് നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ ലോകവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? സ്വേച്ഛാധിപതികൾ ഭരിക്കുന്നതായ രാജ്യങ്ങൾ ലോകത്ത് ധാരാളമുണ്ട് എന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പച്ച യാഥാർത്ഥ്യമാണ്. അത് സംസ്ഥാനങ്ങളിലാകട്ടെ രാജ്യങ്ങളിലാകട്ടെ ആ തരത്തിലുള്ള സ്വേച്ഛാധിപതികളുടെ അന്ത്യവും എങ്ങനെയായിരിക്കുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗഡ്കരി പറയുന്നത് ഇങ്ങനെയുള്ളതായിട്ടുള്ള സംവിധാനം ഒരു കാലത്തും ശാശ്വതമായി നിലനിൽക്കുകയില്ല. അത് ധാർമ്മികതയുടെ അടിവേരുകളെ പോലും ഇളക്കുന്നതാണ്. അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്താമെന്ന് കരുതുന്നത് ഒരിക്കലും ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് കൂടി ചേർത്ത് പറയുകയാണ്. ഇതിനേക്കാൾ ഒരു അർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം നേരത്തെ എടുത്തത് വലിയ ചർച്ചയ്ക്ക് വിധേയമാകാതെ പോയിരിക്കുന്നു. മൂന്നാം ഊഴത്തിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അധികാരത്തിൽ അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേവല ഭൂരിപക്ഷം നേടിയിട്ടല്ല. 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ വെറും 240 അംഗങ്ങൾ മാത്രമാണ് BJPയിൽ ഉള്ളത്. എന്നാൽ അവർക്ക് അധികാരത്തിലെത്താനായി അവർ ഉപയോഗിച്ചതായിട്ടുള്ള വഴിയാണ് പ്രാദേശികമായ രണ്ട് കക്ഷികളെ, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന TDPയും അതുപോലെ തന്നെ ബീഹാറിലെ നിതീഷ് കുമാർ നയിക്കുന്ന JDUമായിട്ടുള്ള സഖ്യത്തിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഇത് അവസരവാദപരമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് ബഹുമാനപ്പെട്ട ഗഡ്കരി തന്നെ പലവട്ടങ്ങളായി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വസ്തുത, ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നാൽ അവരുടെ ഇംഗിതത്തിനുകൂടി ഗവൺമെന്റ് വഴങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അതൊരു പരമമായ സത്യമാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡു നിർദ്ദേശിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ BJP ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ JDUവും നിതീഷ് കുമാറിന്റെ പല നിർദ്ദേശങ്ങളും അത് യുക്തിക്ക് നിരക്കുന്നതോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്നതോ അല്ലെങ്കിൽ പോലും അത് നടപ്പാക്കാൻ സർക്കാർ, നരേന്ദ്രമോദി മൂന്നാം ഊഴ സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാമർശം, അദ്ദേഹം BJPയിലെ ഉയർന്ന നേതാവാണെങ്കിൽ പോലും അദ്ദേഹം വിളിച്ചു പറയുന്ന സത്യമായിട്ട് തന്നെ ഇപ്പോഴും പൊതുസമൂഹം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്
സർക്കാരിനെതിരായി കോടതികളെ പോലും സമീപിക്കേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് ജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് പലപ്പോഴും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ജനവിരുദ്ധമാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ കോടതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരായി ആവശ്യമുണ്ടെങ്കിൽ പൊതുസമൂഹം കോടതിയിലേക്ക് പോകണം കേസുമായിട്ട് എന്നുകൂടി അദ്ദേഹം പരാമർശിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരിക്കുന്ന കക്ഷിയിലെ ഒരു നേതാവ് തന്നെ ഈ തരത്തിൽ വളരെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു, രാഷ്ട്രീയ ധാർമ്മികത എവിടെ നിൽക്കുന്നു എന്ന് ആളുകൾ ഉറക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കള്ളം പറയുന്നവർ നേതൃസ്ഥാനത്തിരിക്കുന്നു, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാമർഥ്യമുള്ളവർ നേതൃസ്ഥാനത്തിരിക്കുന്നു, സത്യം വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നു. ഇതൊക്കെ എത്ര ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ്! ഇതൊക്കെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഇന്ത്യയിലെ സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമുക്ക് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ വോട്ട് അധികാര യാത്ര സംഗതമാകുന്നതും പ്രസക്തമാകുന്നതും. ബീഹാറിൽ അദ്ദേഹം നടത്തിയതായിട്ടുള്ള വോട്ട് അധികാര യാത്ര ഇന്നലെ സമാപിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യാൻ അയോഗ്യരാണ് എന്നല്ലെങ്കിൽ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഗൂഢനീക്കം എത്രമാത്രം തരം താണതാണ്, വോട്ട് മോഷണത്തിന് തുല്യമാണ്, വോട്ട് മോഷണം നടത്തുന്നവരാണ് നേതൃസ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് വൻപിച്ച പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം വോട്ട് അധികാർ യാത്ര അവസാനിപ്പിച്ചത്. ഇതൊക്കെ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി പറഞ്ഞതായ കാര്യങ്ങളെ സാധൂകരിക്കുന്നതാണ്. വോട്ട് മോഷണം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കി അർഹരായവരുടെ സമ്മതിദാനാവകാശം നിഷേധിച്ചുകൊണ്ട് അവരുടെ പേരുകൾ വെട്ടിമാറ്റിക്കൊണ്ട് ഇല്ലാത്ത ആളുകളുടെ പേരുകൾ ചേർത്തുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് കള്ളരേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ട് ഇതൊക്കെയാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രശസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയിൽ നടക്കുന്നത് എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അപമാനം ഉണ്ടാക്കുന്നതാണ്. ഇതിനെ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ സദാചാര മൂല്യങ്ങൾ എവിടെ? അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ? ഇതൊക്കെയാണ് ഉയർന്നു വരുന്നതായ ചോദ്യങ്ങൾ. അതുകൊണ്ട് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന മന്ത്രിസഭയിലെ ഒരു ഉന്നതനായ മന്ത്രി ഈ തരത്തിലുള്ള വെട്ടിത്തുറന്നുള്ള പ്രസ്താവനകളുമായി വരുമ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി നയിച്ചതായിട്ടുള്ള വോട്ട് മോഷണത്തിനെതിരായ യാത്ര, വോട്ട് അധികാര യാത്ര, അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ തന്നെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും ഇതൊക്കെ ഇപ്പോൾ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം, അതുപോലെ ഇന്ത്യയുടെ പൂർവ്വപിതാക്കന്മാർ നൽകിയതായ ഭരണഘടനയുടെ മൂല്യങ്ങൾ, ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സംവിധാനം ഭരണരംഗത്ത് നിലനിൽക്കുന്നുവെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന് ആകെ അപമാനം ഉണ്ടാക്കുന്നതാണ്, ജനാധിപത്യ മൂല്യങ്ങളുടെ ശോഷണമാണ്, ഭരണഘടനയുടെ ചട്ടലംഘനങ്ങളാണ്. ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാകരുത്. അങ്ങനെയുള്ള അവസരവാദപരമായ രാഷ്ട്രീയ ബന്ധങ്ങളും ബാന്ധവങ്ങളും ഇന്ത്യയുടെ എല്ലാ മൂല്യങ്ങളെയും ഇന്ത്യയുടെ പരമ്പരാഗതമായി വെച്ചു പുലർത്തുന്നതായ ധാർമ്മിക മൂല്യങ്ങളെയും പിഴുതെറിയുന്നതാണ് എന്ന തിരിച്ചറിവ് ഇപ്പോൾ ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ശബ്ദം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് അസത്യം പ്രചരിപ്പിച്ചും കള്ളങ്ങൾ പറഞ്ഞും ജനങ്ങളെ വിഡ്ഢികളാക്കിയും നേതൃസ്ഥാനത്തിരിക്കാൻ ആളുകൾ ഒരുമ്പെട്ടാൽ അവരുടെ കാലിലെ മണ്ണ് വൈകാതെ ചോർന്നു പോവുകയും ആ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏകാധിപത്യവും
രാഷ്ട്രീയ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നതിനായിട്ടുള്ള ഗൂഢശ്രമങ്ങളുമൊക്കെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങളും ജനാധിപത്യ ധർമ്മങ്ങളും ഒക്കെ പരിരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഈ പ്രസ്താവനകളിൽ നിന്നൊക്കെ കാണേണ്ടത്. അതുകൊണ്ട് ഗഡ്കരിയെ പോലെയുള്ള ആളുകൾ ആർജവത്തോടെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, പ്രസ്താവനകൾ, നിരീക്ഷണങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ വേണം ഭരിക്കുന്ന സർക്കാരും മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് ഇതിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പാഠം.